പ്രവാചകന്റെ കൊച്ചുമകളാണ് എപ്പോഴും പിടിവാശി കാണിക്കുന്നത്. ഏറ്റവും വലിയ കൊച്ചുമകൾ സഹീഹ് ബുഖാരിയിൽ ഉണ്ട്. അതാണ് ഹസ്രത്ത് സൈനബിന്റെ മകൾ. നബി നമസ്കാരത്തിനായി പോകുമ്പോൾ അവൾ പറയുന്നു, ഞാനും പോകണം. പ്രവാചകൻ നമസ്കാരത്തിനായി വരുമ്പോൾ കുട്ടിയെ എടുത്ത് കൂടെ കൊണ്ടുവരും. സഹാബാക്കൾ പറയുന്നു, നബി നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ കുട്ടി ഇവിടെയാണ്. പ്രവാചകൻ റുകുവിലോ സദ്യയിലോ പോകുമ്പോൾ കുട്ടിയെ അടുത്ത് നിർത്തും. പിന്നെ മക്കളോടുള്ള സ്നേഹം പ്രവാചകൻ കാണിച്ചു തന്നെയാണ്. 4 രാജകുമാരികളും വരുമ്പോൾ പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കും. സയ്യിദ പാകിനെ കുറിച്ച്, ഏറ്റവും ചെറുതായ മകളായ ഫാത്തിമയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, ഫാത്തിമ എന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. മക്കളെയും കൊച്ചുമക്കളെയും വളരെ സ്നേഹിച്ചിരുന്നു. ഞാൻ ഒരു നമസ്കാരക്കാരനാണ്, കുട്ടിയെ കൊണ്ടുപോകൂ എന്ന് പറയുന്നവരാണ്. എന്നാൽ എന്റെ പ്രവാചകൻ മക്കൾ മൂത്രം ചെയ്താലും അവൻ വെള്ളം ഒഴിച്ച് കഴുകുമായിരുന്നു. എനിക്ക് പിന്നെ എന്താണ് പ്രശ്നം? ഞാൻ വളരെ വലിയൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായാൽ അല്ലാഹു താല ബോധം നൽകട്ടെ. പ്രവാചകൻ ഒരു മൃഗത്തിൽ കയറിയിരുന്നാൽ പ്രവാചകൻ അവിടെ ഇരിക്കുന്നതുവരെ ആ മൃഗം മൂത്രം ചെയ്യാറില്ലായിരുന്നു. റബ്ബ് ഇച്ഛിച്ചിരുന്നെങ്കിൽ കുട്ടി ഒരിക്കലും മൂത്രം ചെയ്യില്ലായിരുന്നു. ഇത്ര വലിയൊരു കാര്യം സംഭവിച്ചത് നിന്റെയും എന്റെയും മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. ഞാൻ കിബ്ല സാഹിബ് ആവുന്നു, ഞാൻ ഹാജി സാഹിബ് ആവുന്നു, ഞാൻ നമാസി സാഹിബ് ആവുന്നു, ഞാൻ ഫലാന സാഹിബ് ആവുന്നു. അതിനാൽ കുട്ടികളെ കൊണ്ടുപോകൂ, ഞാൻ നമാസ്. നീ കൂടുതലായി ശുദ്ധനും വിശുദ്ധനുമാണ്. നിന്റെ ഉള്ളിൽ കൂടുതൽ മഹത്വം വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് നീ സ്വന്തം മക്കൾക്ക് സമയം നൽകാൻ കഴിയാത്തത്. റസൂൽ പാക്ക് അലൈഹിസ്സലാമിയുടെ ഭാഷയും ശൈലിയും എത്ര മനോഹരമാണ്. കുട്ടികൾക്ക് രസം കിട്ടണം. ലോകം മുഴുവൻ പണം സമ്പാദിച്ചിട്ടുണ്ട്. മനുഷ്യൻ കഷ്ടപ്പെട്ട് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി വൻ ലാഭങ്ങൾ നേടി. എന്നാൽ മുഴുവൻ ജീവിതവും അമ്മുമ്മയുടെ 10 രൂപ മറക്കാറില്ല. അപ്പൂപ്പനോട് പൊരുതി വാങ്ങിയ 5 രൂപയും ഒരിക്കലും മറക്കാറില്ല. അച്ഛനിൽ നിന്ന് പണം വേണമെങ്കിൽ നേരിട്ട് പറയാറില്ല. അമ്മുമ്മയോട് പറഞ്ഞു, അമ്മുമ്മ ഇന്ന് 100 രൂപ വേണം എന്ന് പറയും. അമ്മുമ്മയുടെ അടുത്ത് ഇരിക്കുമ്പോൾ അച്ഛനെ വിളിച്ച് അമ്മുമ്മ പറയും, രൂപയ്ക്ക് 500 തരൂ, എനിക്ക് വേണം. അച്ഛൻ പറയും, അമ്മേ എന്തിനാണ് ഇത്രയും വേണം? അത്രയും ആവശ്യമാണെങ്കിൽ തരാം 500. അച്ഛൻ മനസ്സിലാക്കും ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന്. ആ രുചി മുഴുവൻ ജീവിതവും മറക്കാനാവില്ല. അതിന്റെ സുഖം പോയില്ല, അതിന്റെ സൗന്ദര്യം പോയില്ല. ആ 100 രൂപയല്ല, അത് കോടികൾ വിലയുള്ളതായിരുന്നു. കാരണം അതിൽ ഉണ്ടായിരുന്ന രുചിയും വേദനയും കൊണ്ടാണ് അതിന് അത്ര വിലയുണ്ടായത്. അമ്മയോട് നിന്ന് പണം വാങ്ങുമ്പോൾ മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ ധനഭണ്ഡാരത്തിന് മുന്നിൽ നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ആ ആനന്ദം ജീവിതത്തിൽ ഇരട്ടിയാക്കൂ. ഇത് നമ്മുടെ സംസ്കാരം അല്ല, നമ്മുടെ സൗന്ദര്യമാണ്, നമ്മുടെ സംസ്കാരമാണ്. നബി പാക്ക് അലൈഹിസ്സലാമിന്റെ കൊച്ചുമകൾ ജനാബ് ഇമാമ ബിൻത് സൈനബ് റളിയല്ലാഹു തആല അൻഹുമക്ക് ഒരു ഹാർ സമ്മാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ലഭിച്ചു. അപ്പോൾ നബി പറഞ്ഞു, ഞാൻ ഇത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്കാണ് നൽകുക. ഉമ്മഹാദുൽ മുഅ്മിനീൻ പത്നിമാർ പറയുന്നു. എല്ലാവരും ഓടിത്തുടങ്ങി, ഹഫ്സയ്ക്ക് കിട്ടുമോ, മൈമൂനയ്ക്ക് കിട്ടുമോ, ഹബീബയ്ക്ക് കിട്ടുമോ എന്ന്. സയ്യിദ ആയിഷ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ മനസ്സിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. മറ്റാരെങ്കിലും കിട്ടിയാൽ ഞാൻ കരുതും നബി എനിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്നത്. അവർ പറയുന്നു, ഈ കാര്യങ്ങൾ നടക്കുമ്പോഴും ആ കുറച്ച് നേരത്തെ കാത്തിരിപ്പ് ആരാണ് കിട്ടുക എന്ന്. ആ കാത്തിരിപ്പ് അത്ര മനോഹരവും അത്ര സുന്ദരവുമായിരുന്നു. അതിൽ വലിയ ആകർഷണവും ഉണ്ടായിരുന്നു. ഞാൻ അതിന് കർബാനാകുന്നു. നബി കരീം പറഞ്ഞു, ഞാൻ എന്റെ കൊച്ചുമകൾ ജനാബ് സൈനബിന്റെ മകൾ ഇമാമക്കാണ് ഇത് നൽകുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹാർ കൊണ്ടുവന്ന് സ്വന്തം കൈകൊണ്ട് അവളെ അണിയിച്ചു. പറഞ്ഞു, എന്ത് മനോഹരമായി കാണുന്നു എന്റെ മകൾ.